നമസ്കാരം. ഔദ്യോഗിക സോഷ്യൽ മീഡിയ സെൽ നിലവിലുണ്ടായിരിക്കെ തന്നെ സൈബർ ലോകത്ത് പാർട്ടിയുടെ പ്രചാരണത്തിനായി സ്വതന്ത്ര പ്രൊഫൈലുകളെ ഉപയോഗിക്കാൻ CPM രഹസ്യ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതായി റിപ്പോർട്ടുകൾ. ഇത് ജനാധിപത്യ സമൂഹത്തിൽ ആശങ്കയുയർത്തുകയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്താനുള്ള മറച്ചുവെച്ച തന്ത്രമാണെന്നും വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്ക് സൈബർ ലോകത്ത് വ്യക്തമായ സ്വാധീനമുണ്ടായിരിക്കെ എന്തിനാണ് ഇത്തരം സ്വതന്ത്ര പ്രൊഫൈലുകളെ ആശ്രയിക്കുന്നതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മുൻപും സൈബർ ആക്രമണങ്ങളും വ്യാജ വാർത്താ പ്രചാരണങ്ങളും CPMന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഔദ്യോഗിക സംവിധാനം നിലവിലുണ്ടായിട്ടും അതിനെ മറികടന്ന് വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി പ്രചാരണം നടത്തുന്നത് സത്യസന്ധമല്ലാത്ത ഇടപെടലുകൾക്ക് വഴിവെക്കുമെന്നും ആരോപണമുണ്ട്. ചിതറിക്കിടക്കുന്ന ഇടത് അനുഭാവ പ്രൊഫൈലുകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് പ്രത്യേക സംവിധാനത്തിന് പദ്ധതിയിട്ടത്. മുഴുവൻ സമയ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് പാർട്ടി ചട്ടക്കൂട്ടിലേക്ക് എത്തിയ MV നികേഷ് കുമാറിനെ ചുമതലയും ഏൽപ്പിച്ചു. 50ഓളം ഓൺലൈൻ മാധ്യമങ്ങളുടെ ശൃംഖല തീർത്ത് സർക്കാർ അനുകൂല പ്രചാരണം അടക്കം പ്രത്യേക ടീം തയ്യാറാക്കിയ പദ്ധതിയോ നൽകിയ ബജറ്റോ പാർട്ടി അന്തിമ അംഗീകാരത്തിന് എടുത്തിട്ടില്ലെന്നാണ് വിവരം. മാത്രമല്ല, തുടക്കം മുതൽ ടീമിലുണ്ടായിരുന്ന ചിലർ വിട്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. ഇതെല്ലാം നിലനിൽക്കെയാണ് 10,000 സ്വതന്ത്ര പ്രൊഫൈലുകളെ കണ്ടെത്താനും അവരെ പാർട്ടിയുടെ ആശയ പ്രചാരണത്തിന് ഉപയോഗിക്കാനും പദ്ധതി രൂപീകരിക്കുന്നത്. പ്രധാനമായും ഈ സ്വതന്ത്ര പ്രൊഫൈലുകൾ വഴിയുള്ള പ്രചാരണം പലപ്പോഴും പാർട്ടിയുടെ നിലപാടുകളെ അതിതീവ്രമായി അവതരിപ്പിക്കാനും എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാനും വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കപ്പെടാം എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇത് ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങളെ ഇല്ലാതാക്കുകയും സമൂഹത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കുകയും ചെയ്യും. CPMന്റെ സൈബർ തന്ത്രങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരെയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും സൈബർ ഇടങ്ങളിൽ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ സൈബർ കൂട്ടായ്മകളാണെന്ന് നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വതന്ത്ര പ്രൊഫൈലുകൾ വഴിയുള്ള പുതിയ തന്ത്രം സൈബർ ഇടങ്ങളിലെ അസഹിഷ്ണുത വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ നയങ്ങളും നിലപാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് സുതാര്യവും സത്യസന്ധവുമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം. സ്വതന്ത്ര പ്രൊഫൈലുകൾ എന്ന പേരിൽ പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണമില്ലാത്ത വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി പ്രചാരണം നടത്തുന്നത് ഉത്തരവാദിത്തമില്ലാത്തതും അപകടകരവുമായ ഒരു പ്രവണതയാണെന്നും ഇത് സൈബർ ഇടത്തിലെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ നീക്കം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കാനാണ് സാധ്യതയെന്നും വിമർശകർ പറയുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.